Principles of inheritance and variation. Genetics deals with inheritance and variation. ഇൻഹെറിറ്റൻസിൽ characters will pass from parents to progeny. Inheritance is the basis of heredity. Variation is the degree by which progeny differ from parent. വേരിയേഷന് കാരണം സെക്ഷൽ റിപ്രൊഡക്ഷൻ ആണെന്ന് 1000 BC മുമ്പുള്ള നമ്മുടെ ആൻസസ്റ്റേഴ്സിന് അറിയായിരുന്നു. പക്ഷെ അതിൻ്റെ സയൻറ്റിഫിക് റീസൺ അവർക്ക് അറിയില്ലായിരുന്നു. അങ്ങനെ ആ സമയത്ത് ആർട്ടിഫിഷ്യൽ സെലക്ഷനും ഡൊമസ്റ്റിക്കേഷനും വഴി ഇന്ത്യൻ ബ്രീഡായ പഞ്ചാബിലുള്ള സഹിവാൾ കൗവിനെ അവർ പ്രൊഡ്യൂസ് ചെയ്തു. ഗ്രിഗർ മെൻഡൽ ഗാർഡൻ പീൽ 1856 മുതൽ 1863 വരെ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻ്റ് നടത്തി. അങ്ങനെ അദ്ദേഹം പ്രൊപ്പോസ്ഡ് ലോ ഓഫ് ഇൻഹെറിറ്റൻസ്. ബയോളജിയിൽ സ്റ്റാറ്റിക്സും മാത്തമാറ്റിക്സും ആദ്യമായിട്ട് ഉപയോഗിച്ചത് മെൻഡലായിരുന്നു. അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റിൽ ലാർജ് സാമ്പിൾ സൈസ് ഉള്ളതുകൊണ്ട് തന്നെ അത് അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സിന് കൂടുതൽ ക്രെഡിബിലിറ്റി കൊടുത്തു. ഓരോ സക്സസീവായ എക്സ്പെരിമെൻറ്റ് നടത്തുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഒക്കെ കറക്റ്റായി വന്നുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ റിസൾട്ടൊക്കെ ഇൻഹെറിറ്റൻസിന് ജനറൽ റൂൾസ് ആണെന്ന് പ്രൂവ് ചെയ്തു. മെൻഡൽ സെറ്റ് എ ബേസിക് ഫ്രെയിം വർക്ക് ഓഫ് റൂൾസ് ഗവേണിംഗ് ഇൻഹെറിറ്റൻസ്. മെൻഡൽ ആർട്ടിഫിഷ്യൽ അല്ലെങ്കിൽ ക്രോസ് പോളിനേഷൻ നടത്തി. അപ്പോൾ അത് എന്തുപയോഗിച്ചാണ് നടത്തിയെന്ന് വെച്ചാൽ ട്രൂ ബ്രീഡിങ് പീ ലൈൻസ് ഉപയോഗിച്ചാണ് നടത്തിയത്. അപ്പോൾ ഈ ട്രൂ ബ്രീഡിംഗ് ആയ പ്ലാന്റ്സിനെ നമുക്ക് കണ്ടിന്യൂസ് ആയ സെൽഫ് പോളിനേഷൻ വഴിയാണ് ഉണ്ടാക്കാൻ പറ്റുക. ഇവരുടെ ഈ ട്രൂ ബ്രീഡിംഗ് പ്ലാന്റ്സിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവരൊരു ട്രെയിറ്റ് ഓരോ ജനറേഷനിലും സ്റ്റേബിളായിട്ട് ഇൻഹെറിറ്റ് ചെയ്ത് കൊടുക്കും. അപ്പം മെൻഡൽ എടുത്തത് 14 ട്രൂ ബ്രീഡിംഗ് പീ പ്ലാന്റിനാണ് എടുത്തത്. അത് പെയറായിട്ട് എടുത്തത്. അപ്പോൾ പെയറിൻ്റെ ആ ഒരു പെയറും അവർ ഒരു ക്യാരക്ടർ വെച്ച് ബാക്കി എല്ലാം സിമിലർ ആയിരിക്കും. ആ ഒരു ക്യാരക്ടറിന് 2 ട്രെയ്റ്റുകളുണ്ടാവും. മെൻഡൽ ഉപയോഗിച്ച 14 പ്ലാന്റുകളാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഓരോ ക്യാരക്ടറും അതിൻ്റെ ഡോമിനൻ്റായും റെസീവായ 2 ട്രെയ്റ്റുകളും നോക്കാം. സീഡ് ഷേപ്പ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ്, സീഡ് കളർ യെല്ലോ ആൻഡ് ഗ്രീൻ, ഫ്ലവർ കളർ വയലറ്റ് ആൻഡ് വൈറ്റ്, പോഡ് ഷേപ്പ് ഫുൾ അല്ലെങ്കിൽ ഇൻഫ്ലാറ്റഡ് അതുപോലെ കൺസ്ട്രക്റ്റഡ്, പോഡ് കളർ ഗ്രീൻ ആൻഡ് യെല്ലോ, ഫ്ലവർ പൊസിഷൻ ആക്സിയൽ അതുപോലെ ടെർമിനൽ, സ്റ്റെം ഹൈറ്റ് ടോൾ അതുപോലെ ഡോഫ്. ഇതിൽ ഈ പോഡ് കളറും അതുപോലെ സീഡ് കളറും അത് തമ്മിൽ മാറിപ്പോയത്. പോഡ് കളറിൻ്റെ ഡോമിനൻ്റ് ഗ്രീനാണ്, സീഡ് കളറിലെ ഡോമിനൻ്റ് യെല്ലോ ആണ്. മെൻഡൽ പീ പ്ലാന്റിൽ നടത്തിയ ക്രോസ് പോളിനേഷൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതാണ് പീ പ്ലാന്റിൻ്റെ ഒരു ഫ്ലവർ, ഇതാണ് പെറ്റല്, ഇത് സ്റ്റിഗ്മ, ഇത് ആന്തർ, ഇത് സ്റ്റീമന്, ഇത് കാർപ്പല്. എന്നിട്ട് ഈ ഒരു ഫ്ലവർ എടുത്തിട്ട് അതിനെ നമുക്ക് ഫീമെയിൽ ഫ്ലവർ ആക്കണമെങ്കിൽ അതിൻ്റെ ആന്തർ നമ്മൾ റിമൂവ് ചെയ്യും. അതിനാണ് ഇമാസ്കുലേഷൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ആന്തർ റിമൂവ് ചെയ്യും. ആന്തർ റിമൂവ് എന്തിനാണെന്ന് വെച്ചാൽ സെൽഫ് പോളിനേഷൻ തടയാൻ വേണ്ടിയിട്ടാണ് ആന്തർ റിമൂവ് ചെയ്യുന്നത്. എന്നിട്ട് ഒരു മെയിൽ പാരൻറ്റ് എടുത്തു അതിൻ്റെ പോളനെ ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതാണ് ആർട്ടിഫിഷ്യൽ പോളിനേഷൻ. അങ്ങനെ നമുക്ക് സീഡ് കിട്ടും. അതിൽ ഓരോ സീഡിനും ജെർമിനേറ്റ് ചെയ്തിട്ട് ഓരോ പ്ലാന്റായി മാറും. മെൻഡൽ നടത്തിയ മോണോ ഹൈബ്രിഡ് ക്രോസ് ആണിത്. അപ്പോൾ പേരൻ്റായിട്ട് ഹൈറ്റ് ക്യാരക്ടർ വരുന്ന 2 ട്രെയ്റ്റുള്ള ബ്രാൻഡ് എടുത്തു, ടോളും ഡോഫും. അപ്പോൾ ടോളിൻ്റെ ജീനോ ടൈപ്പ് ക്യാപിറ്റൽ ടി നമുക്ക് കണ്ടറിയാം. ഇത് ഹോമോസൈഗോട്ടാണ്. അതുപോലെ തന്നെ ക്യാപിറ്റൽ ആയതുകൊണ്ട് തന്നെ അപ്പോൾ ടോളാണ് ഇവിടെ ഡോമിനൻ്റ് ക്യാരക്ടർ. ഡോഫിന് ഹോമോസൈഗോട്ട് തന്നെയാണ്. ഇത് സ്മോൾ ടി. അപ്പോൾ ഇത് റിസസീവ് ആണ്. ഇതിലുള്ള വരുന്ന ഗമേറ്റുകളാണ് ക്യാപിറ്റൽ ടി. ഇത് വരുന്നത് സ്മോൾ ടി. അപ്പോൾ ഇവർ പോളിനേഷൻ കഴിഞ്ഞു. F1 നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി, എല്ലാം ഹെട്രോസൈഗോട്ടാണ്. ക്യാപിറ്റൽ ടി സ്മോൾ ടി 4 കിട്ടിയത്. ഇവിടെ ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ എല്ലാം ടോൾ ക്യാരക്ടറാണ് കാണിക്കുന്നത്. അപ്പം ഇവിടുന്ന് മെൻഡൽ മനസ്സിലാക്കിയത് F1 ഓൾവേസ് റിസംബിൾ ഏതൊരു വൺ ഓഫ് ദ പാരൻറ്റ്, ഏതെങ്കിലും ഒരു പാരൻറ്റുമായിട്ട് റിസംബിൾ ചെയ്യും. പിന്നെ ആ പ്ലാന്റിനെ സെൽഫ് പോളിനേറ്റ് നടത്തുകയാണ്. ഈ ഇവിടുന്ന് കിട്ടിയ F1 പ്ലാന്റിനെ സെൽഫ് പോളിനേഷൻ നടത്തുന്നു. അപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ക്രോസ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതിൽ വരുന്ന ഗമേറ്റലാണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതെന്ന് വരുന്നത് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് വീണ്ടും പോളിനേഷൻ കഴിഞ്ഞു. ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇതെന്ന് ഫീനോടൈപ്പ് റേഷ്യോ, അതായത് ഇവരുടെ ക്യാരക്ടർ. ഇപ്പം ഇത് ക്യാപിറ്റൽ ടി ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ ടോൾ ഇവിടെ 3 പേരും ടോളാണ്, ഇയാൾ മാത്രമേ ഡോഫുള്ളൂ. അപ്പോൾ 3 ടോളും 1 ഡോഫും കിട്ടി. അപ്പോൾ ഫീനോടൈപ്പ് റേഷ്യോ 3:1. ജീനോടൈപ്പ് റേഷ്യോ ഇതിൻ്റെ റേഷ്യോ ആണ്.
അപ്പം ക്യാപിറ്റൽ ടി ഈസ് ടു ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ടു സ്മോൾ ടി അത് 1:2:1. ഈ ഫീനോടൈപ്പ് റേഷ്യോ ജീനോടൈപ്പ് റേഷ്യോ മാറിപ്പോയത്. ഫീനോടൈപ്പ് എന്ന് പറയുമ്പോൾ ക്യാരക്ടറാണ് ഇവിടെ, ജീനോടൈപ്പ് അവരുടെ ജീനോടൈപ്പാണ്. ഇവിടുന്ന് മെൻ്റൽ കണ്ടത് F1 ഹിഡനായ ക്യാരക്ടർ അത് F2 അവർ എക്സ്പ്രസ് ചെയ്യാണ്. ഹിഡൻ ക്യാരക്ടർ ഇൻ F1 എക്സ്പ്രസ്ഡ്. ടോൾ ആൻഡ് ഡോഫ് ഐഡൻറ്റിക്കൽ ടു പാരൻറ്റ്, നോ ബ്ലെൻഡിങ് അറ്റ് F1 ആൻഡ് F2. ഇവിടെ F1 F2 മെൻ്റൽ നോക്കിയപ്പോൾ ഒരു മീഡിയം സൈസുള്ള പ്ലാന്റോ അങ്ങനെയൊന്നും കണ്ടില്ല. ഒന്നുകിൽ ടോൾ ആയിരിക്കും അല്ലെങ്കിൽ ഡോഫ് ആയിരിക്കും. പാരൻസിന് റിസംബിളായ ക്യാരക്ടർ മാത്രമേ കണ്ടുള്ളൂ. മെൻ്റൽ നടത്തിയ മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ഒരു ഫിഗറാണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പാരൻ്റായിട്ട് ടോളും ഡോഫും എടുത്തു. F1 ജനറേഷനിൽ നമുക്ക് എല്ലാം ടോള് മാത്രം കിട്ടി. അതിൽ പിന്നെ സെൽഫ് പോളിനേഷൻ നടത്തി ശേഷം F2 3 ടോളും 1 ഡോഫും കിട്ടി. ഈ 3 ടോളിൽ ഇത് ക്യാപിറ്റൽ ടി, ഒന്ന് ക്യാപിറ്റൽ ടി, ബാക്കി 2 ഹെട്രോസൈഗോട്ടായ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്. ഡോഫ് സ്മോൾ ടി ആണ്. മോണോ ഹൈബ്രിഡൈസേഷൻ എക്സ്പെരിമെൻറ്റ് ഒന്ന് ഒബ്സർവ് ചെയ്തപ്പം കിട്ടിയ കുറച്ച് പോയിന്റുകളാണ് മെൻ്റൽ കണ്ടത്. ഓരോ ജനറേഷനിലും പാരൻറ്റിൽ നിന്ന് ഓസ്പ്രിങ്ങിലേക്ക് ഗമേറ്റ് വഴി ഒരു ഫാക്ടേഴ്സ് അദ്ദേഹം വിളിച്ചൊരു സാധനം സ്റ്റേബിളായിട്ട് പാസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പം നമുക്ക് ഈ ഫാക്ടേഴ്സ് എന്നത് ജീനാണ് നമുക്കറിയാം. അപ്പോൾ ആ ജീനിനെയാണ് യൂണിറ്റ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ഇൻഫർമേഷൻ ടു എക്സ്പ്രസ് പെർട്ടിക്കുലർ ട്രേറ്റ്. ഒരു പ്രത്യേക ട്രേറ്റ് കാണിക്കാനുള്ള ഇൻഫർമേഷൻ ഈ ജീനിനകത്താണുള്ളത്. ജീൻ വിച്ച് കോഡ് ഫോർ എ കോൺട്രാസ്റ്റിംഗ് ട്രേറ്റ് ആർ കോൾഡ് അലീൽസ്. അലീൽസ് ആർ സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോം ഓഫ് എ സെയിം ജീൻ. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ക്യാരക്ടർ എടുക്കുക, ഹൈറ്റ്. ആ ഹൈറ്റ് ക്യാരക്ടറിന് 2 ട്രേറ്റുകളാണ് ടോളും ഡോഫും. അപ്പോൾ ടോളിനെ നമ്മളിപ്പോൾ ക്യാപിറ്റൽ ടിയും ഡോഫിനെ സ്മോൾ ടി എടുക്കുകയാണ്. അപ്പോൾ അത് രണ്ടും അലീലാണ്, ജീനാണ്. രണ്ട് ഒരു കോൺട്രാസ്റ്റിംഗ് ട്രേറ്റിനെ സൂചിപ്പിക്കുന്നുണ്ട്, അതിനെ നമ്മൾ അലീൽസ് എന്ന് വിളിക്കുന്നു. ഇനി കുറച്ച് സിമ്പിൾസ് അത് സൂചിപ്പിക്കുന്നത് എന്താണെന്ന് നോക്കാം. ക്യാപിറ്റൽ ലെറ്റർ സൂചിപ്പിക്കുന്നത് F1 കാണിക്കുന്ന ട്രേറ്റിനെയാണ്. സ്മോൾ ലെറ്റർ ഉപയോഗിക്കുന്നത് അടുത്ത F1 കാണിക്കാത്ത ട്രേറ്റിനെയാണ്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് ക്യാപിറ്റൽ ടി കാണിക്കുന്ന ടോളിനെയാണ്, സ്മോൾ ടി കാണിക്കുന്ന ഡോഫിനെയാണ്. ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടിയും നമ്മൾ നേരത്തെ പറഞ്ഞു അത് അലീൽസ് ആണ്. പെയർ ഓഫ് അലീൽസ് ഫോർ ഹൈറ്റിന് കാണിക്കുന്ന പെയർ ഓഫ് അലീൽസ് ആണ് ക്യാപിറ്റൽ ടി സ്മോൾ ടി. ഇത് രണ്ടും ടോളാണ്, ഇത് ഡോഫാണ്. ഇൻ ട്രൂ ബ്രീഡിംഗ് ടോൾ ഓർ ഡ്രോഫ് അലീലിക് പെയർ ഈസ് ഐഡൻറ്റിക്കൽ ഓർ ഹോമോസൈഗസ്. ട്രൂ ബ്രീഡിംഗ് നമ്മൾ നേരത്തെ ട്രൂ ബ്രീഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതിൻ്റെ യൂസസ് ഒക്കെ പറഞ്ഞു. അപ്പോൾ ട്രൂ ബ്രീഡിംഗ് വഴി കിട്ടുന്ന പ്ലാന്റ് ഐഡൻറ്റിക്കൽ അല്ലെങ്കിൽ ഹോമോസൈഗസ് ആയിരിക്കും. അതായത് ക്യാപിറ്റൽ ടി ആയിരിക്കും അല്ലെങ്കിൽ സ്മോൾ ടി ആയിരിക്കും. F1 ക്യാപിറ്റൽ ടി സ്മോൾ ടി എന്നത് ക്യാപിറ്റൽ ടി ആയിട്ട് ഒരു വ്യത്യാസം നമുക്ക് പുറമേ നോക്കുമ്പോൾ ഒരു വ്യത്യാസം മനസ്സിലാവില്ല. ക്യാപിറ്റൽ ടി സ്മോൾ ടി ഈസ് ലൈക്ക് ക്യാപിറ്റൽ ടി ഇൻ അപ്പിയറൻസ്. ഇൻ ഹെട്രോസൈഗസ് 1 ഡോമിനൻ്റ് ആൻഡ് അതർ ഈസ് റെസസീവ്. ഹെട്രോസൈഗസിൽ മെൻ്റൽ നോക്കിയപ്പോൾ അവർ ബ്ലെൻഡിങ് ഒന്നും കാണുന്നില്ല. ഒന്ന് ഡോമിനൻറ്റും ഒന്ന് റെസസീവായിട്ട് തന്നെ അതിൽ കടന്നു. ഡിപ്ലോയിഡ് ഓർഗാനിസം ഒക്കെ മിയോസിസ് വഴിയുള്ള ഗമേറ്റ് ഉണ്ടാക്കുക. When gamete forming through meiosis, allele of parental pair separate or segregate from each other. അതായത് ഇപ്പോൾ ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണെന്ന് പാരൻറ്റ്, അപ്പോൾ അതിന്ന് അലീല് സെപ്പറേറ്റ് ചെയ്യും. ക്യാപിറ്റൽ ടി ആയിട്ടും സ്മോൾ ടി ആയിട്ടും സെപ്പറേറ്റ് ചെയ്യും. സെഗ്രിഗേഷൻ ഈസ് എ റാൻഡം പ്രോസസ്സ്. അത് റാൻഡം ആയിട്ടാണ്. ഇപ്പം അടുത്ത ജനറേഷനിൽ ക്യാപിറ്റൽ ടി മാത്രം വരുന്ന സ്മോൾ ടി മാത്രം എന്ന് പറയുമ്പോൾ റാൻഡം സെലക്ഷനാണ്. 50% ചാൻസ് ഓഫ് എ ഗമേറ്റ് കണ്ടെയ്നിങ് ഏതൊരു അലീൽ. ഇതിൽ ഏത് അലീൽ വരുന്ന 50% ചാൻസ് ആണ്. അതിപ്പോൾ ക്യാപിറ്റൽ ടി വരാണ് 50% ചാൻസ് ആണ്, സ്മോൾ ടി വരാണ് 50% ചാൻസ് ആണ് അവിടെ. ഇനി പണ്ണറ്റ് സ്ക്വയർ നോക്കാം. ബ്രിട്ടീഷ് ജനറ്റിസ്റ്റായ റെജിനാൾഡ് സി പണ്ണറ്റാണ് പണ്ണറ്റ് സ്ക്വയർ കണ്ടുപിടിച്ചത്. ഇതിൻ്റെ യൂസാണ് ടു കാൽക്കുലേറ്റ് പ്രോബബിലിറ്റി ഓഫ് ഓൾ പോസിബിൾ ജീനോടൈപ്പ്. അത് മനസ്സിലാക്കാൻ ജീനോടൈപ്പിന് വേണ്ടിയിട്ടാണ് പണ്ണറ്റ് സ്ക്വയർ കണ്ടുപിടിച്ചത്. പിന്നെ യൂസസ് ജീനോടൈപ്പാണ്, ഫീനോടൈപ്പ് അല്ല. ഈ മോണോ ഹൈബ്രിഡ് ക്രോസിൻ്റെ പണ്ണറ്റ് സ്ക്വയറാണ് കാണുന്നത്. നമ്മൾ ടോൾ പ്ലാൻ എടുത്തു, ക്യാപിറ്റൽ ടി, ഡോഫ് എടുത്തു, സ്മോൾ ടി. ഈ ടോൾ പ്ലാനിൽ നിന്ന് വന്ന ഗമേറ്റുകളാണ് ക്യാപിറ്റൽ ടി. ഇതുണ്ട്, ഇതാണ് ഇവിടെ ഇപ്പോൾ സെപ്പറേറ്റ് ചെയ്താൽ ക്യാപിറ്റൽ ടി അത് സെപ്പറേറ്റ് അല്ലെങ്കിൽ സെഗ്രിഗേറ്റ് ചെയ്തു, ക്യാപിറ്റൽ ടി ആയിട്ടും. അപ്പോൾ ഈ ഒരു ഗമേറ്റിൽ ഈ ക്യാപിറ്റൽ വരാനുള്ള ചാൻസ് 50% ആണ് നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ ഇവിടെ അതേപോലെ 50% ചാൻസ്, ഇവിടെ 50% ചാൻസിലാണ് വന്നിരിക്കുന്നത്. ഇനി F1 ജനറേഷൻ എൻ്റെ പണ്ണറ്റ് സ്ക്വയറാണിത്. ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ വന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി ടോൾ വന്നു, ക്യാപിറ്റൽ ടി സ്മോൾ ടി. അപ്പം അങ്ങനെ 4 എല്ലാം നമുക്ക് ടോളായിട്ട് കിട്ടി. ഇനി അതിനെ നമ്മൾ സെൽഫ് പോളിനേഷൻ, അതായത് ക്യാപിറ്റൽ ടി സ്മോൾ ടി നമ്മൾ സെൽഫ് പോളിനേഷൻ നടത്തി.
അപ്പോൾ ഇതെന്ന് വന്നത് ഇതിവിടെ ഈ ക്യാപിറ്റൽ ടി സ്മോൾ ടി സെഗ്രിഗേറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് ചെയ്തു, ക്യാപിറ്റൽ ടി ആയിട്ട് സ്മോൾ ടി ആയിട്ടും ഇവിടെ അതുപോലെ തന്നെ. അപ്പോൾ ഈ ഒരു ഗമേറ്റിൽ ക്യാപിറ്റൽ ടി വരാനുള്ള ചാൻസ് 50%, ഈ ഒരു ഗമേറ്റിൽ സ്മോൾ ടി വരാനുള്ള ചാൻസ് 50%. അപ്പം അങ്ങനെ അത് ഇവർ ഇങ്ങനെ സെൽഫ് പോളിനേഷൻ കഴിഞ്ഞിട്ട് ഒരു ക്യാപിറ്റൽ ടി 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി, ഒരു സ്മോൾ ടി ഉണ്ടായി. അതിൻ്റെ അപ്പം മോണോഹൈബ്രിഡ് ക്രോസിൻ്റെ ഫീനോടൈപ്പിക് റേഷ്യോ, അതായത് ടോൾ ഈസ്റ്റ് ഡോഫ് 3:1 ആണ്. ജീനോടൈപ്പിക് റേഷ്യോ 1:2:1 ആണ്. ജീനോടൈപ്പിക് റേഷ്യോ ഇൻ ഫോം ഓഫ് AX + BY ഹോൾ സ്ക്വയർ. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മെൻ്റൽ മാത്തമാറ്റിക്കൽ ടൂളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ജീനോടൈപ്പിക് റേഷ്യോ AX + BY ഹോൾ സ്ക്വയർ എന്ന ഫോമിലാണെന്ന് പറഞ്ഞു. നമ്മൾ പറഞ്ഞു 50% ചാൻസാണ് ടി വരാനും ഈ സ്മോൾ ടി വരാനും 50% ചാൻസ്. അപ്പോൾ ½ ടി + ½ ടി ഹോൾ സ്ക്വയർ ഈസ് ഈക്വൽ ടു 1/4 TT + 1/2 TT + 1/4 TT. അപ്പം നമ്മൾ പറഞ്ഞ 4 1 ക്യാപിറ്റൽ ടി ആണ്, 4 2 ക്യാപിറ്റൽ ടി സ്മോൾ ടി ആണ്, 4 1 സ്മോൾ ടി ആണ്. അപ്പം മെൻ്റലി എക്സ്പെരിമെൻറ്റ് നടത്തുമ്പം നമുക്ക് F2-ൽ ടോളും ഡോഫും കണ്ണുകൊണ്ട് കാണാൻ മാത്രമേ അതിലുള്ള ജീനോടൈപ്പ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അതായത് അത് ഹോമോസൈഗോട്ടാണോ ഹെട്രോസൈഗോട്ടാണോ. മെൻ്റൽ നോക്കുമ്പോൾ അത് 3 ടോളും ഒരു ഡോഫും മാത്രമേ ഉള്ളൂ. അത് ഹോമോസൈഗോട്ടാണോ ഹെട്രോസൈഗോട്ടാണോ മെൻ്റലിന് അറിയില്ലായിരുന്നു. അപ്പോൾ F2-നെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പം കാണാൻ കഴിഞ്ഞത് ഡ്വാഫ് F2 കണ്ടിന്യൂ ടു ജനറേറ്റ് ഡ്വാഫ് അറ്റ് F3 ആൻഡ് F4. ഈ F2-ൽ കിട്ടിയ ഡ്വാഫിനെ മാത്രം സെൽഫ് പോളിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പം ഓരോ F3-ലും F4-ലൊക്കെ ഡ്വാഫ് തന്നെ കിട്ടി. അങ്ങനെയാണ് ഡ്വാഫ് ഈസ് ഹോമോസൈഗസ് എന്ന് പ്രൂവ് ചെയ്തത്. അതായത് സ്മോൾ ടി നമ്മൾ എഴുതാൻ കാരണം അതാണ്. ടെസ്റ്റ് ഗ്രോസിന് ഒരു നല്ല എക്സാമ്പിളാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് F2-ൽ വയലറ്റ് കളറുള്ള ഒരു ഫ്ലവർ കിട്ടി, വയലറ്റ് കളർ ഫ്ലവർ വരുന്ന ഒരു പ്ലാന്റ് കിട്ടി. അപ്പോൾ അത് ഹെട്രോസൈഗസ് ആണോ ഹോമോസൈഗസ് ആണോ നമുക്കറിയില്ല. അപ്പോൾ ഹോമോസൈഗസ് ആയിരുന്നെങ്കിൽ അത് ക്യാപിറ്റൽ ഡബ്ല്യൂയും ഹെട്രോസൈഗസ് ആയിരുന്നെങ്കിൽ ക്യാപിറ്റൽ W സ്മോൾ W ആണ് തരിക. ഈ ക്യാപിറ്റൽ W ഉദ്ദേശിക്കുന്ന വയലറ്റും സ്മോൾ W ഉദ്ദേശിക്കുന്ന വൈറ്റും ആണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ടെസ്റ്റ് ഗ്രോസ് എന്ന് വെച്ചാൽ F2-ൽ കിട്ടുന്ന പ്ലാന്റ് അത് F1-ന് മുമ്പ് നമ്മൾ ആദ്യം എടുത്ത പാരൻ്റ് ഉണ്ടല്ലോ. ഇപ്പോൾ ക്യാരക്ടറിൻ്റെ ഹൈറ്റിൻ്റെ ആണെങ്കിൽ ടോളും ഡ്വാഫും. അപ്പോൾ അതിൽ റിസസീവായ പാരൻ്റ് ഉണ്ട്. അതായത് ഇപ്പോൾ ഹൈറ്റിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഡ്വാഫ് പ്ലാന്റ്, അവരുമായിട്ട് അതിനെ ക്രോസ് ചെയ്യുക. ഇപ്പം ഇവിടെ നമ്മൾ എടുത്തിട്ടുണ്ടാവുക ഡോമിനൻ്റ് ക്യാരക്ടർ വയലറ്റ് ആയതുകൊണ്ട് വയലറ്റ് പാരൻറ്റും ഒരു വൈറ്റ് പാരൻറ്റും റിസസീവ് കാണിക്കുന്ന വൈറ്റ് പാരൻറ്റും ആദ്യം എടുത്തിട്ടുണ്ടാവുക. അപ്പോൾ റിസസീവ് കാണിക്കുന്ന ഹോമോസൈഗസ് റിസസീവ് കാണിക്കുന്ന വൈറ്റ് പാരൻറ്റും ഈ F2-ൽ കിട്ടിയ വയലറ്റ് തമ്മിൽ ക്രോസ് ചെയ്യാം. അപ്പോൾ ക്രോസ് ചെയ്യുമ്പം ഇതിൽ അഥവാ ഹോമോസൈഗസ് ആയിരുന്നെങ്കിൽ ഇതിന്ന് വരുന്ന ഗമേറ്റ് ക്യാപിറ്റൽ W ആയിരിക്കും. അത് ഹെട്രോസൈഗസ് ആണെങ്കിൽ ക്യാപിറ്റൽ W സ്മോൾ W ആയിരിക്കും. അപ്പോൾ അങ്ങനെ ക്രോസ് ചെയ്യാം. അങ്ങനെ ക്രോസ് ചെയ്ത് കിട്ടുന്ന ക്രോസിന് ശേഷം കിട്ടുന്ന ഫ്ലവേഴ്സ് മൊത്തം വയലറ്റ് കളറാണെങ്കിൽ നമുക്ക് പണൽ സ്ക്വയർ വെച്ച് നമുക്ക് മനസ്സിലാവും ഒക്കെ വയലറ്റാണ്. വയലറ്റ് കളറാണെങ്കിൽ അതിനർത്ഥം നമ്മൾ F2 കിട്ടിയ വയലറ്റ് എന്ന് പറയുന്നത് ഹോമോസൈഗസ് ആണ്, ഹോമോസൈഗസ് ഡോമിനൻ്റ് ആണ്. ക്യാപിറ്റൽ W ആണെങ്കിൽ മാത്രമേ ടെസ്റ്റ് ക്രോസിന് ശേഷം ഓൾ ഫ്ലവേഴ്സ് വയലറ്റ് കാണിക്കുള്ളൂ. ഇനി അത് ഹെട്രോസൈഗസ് ആയിരുന്നെങ്കിൽ നമ്മൾ പുണ്ണറ്റ് സ്ക്വയർ വെച്ച് നമുക്ക് മനസ്സിലാവും ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് വിൽ ബി വയലറ്റ് ആൻഡ് ഹാഫ് ഓഫ് ദ ഫ്ലവേഴ്സ് വിൽ ബി വൈറ്റ്. അപ്പോൾ അങ്ങനെ കിട്ടുകയാണെങ്കിൽ അതിനർത്ഥം നമുക്ക് F2-ൽ കിട്ടിയ പ്ലാന്റ് ഹെട്രോസൈഗസ് ആണ്. ഇതാണ് ടെസ്റ്റ് ക്രോസ്. അങ്ങനെ മെൻ്റൽ മോണോഹൈബ്രിഡ് ക്രോസ് ഒക്കെ നടത്തിയതിന് ശേഷം ലോ ഓഫ് ഇൻഹെറിറ്റൻസ് പ്രപ്പോസ് ചെയ്തു. അപ്പോൾ അതിൽ 2 ലോ ആണുള്ളത്. ഒന്നാമത്തെ ഫസ്റ്റ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഡോമിനൻസ് അറിയപ്പെടുന്നു. രണ്ടാമത്തെ സെക്കൻഡ് ലോ അല്ലെങ്കിൽ ലോ ഓഫ് സെഗ്രിഗേഷൻ എന്നറിയപ്പെടുന്നു. മെൻ്റലിലെ ഒന്നാമത്തെ ലോ ഓഫ് ഡോമിനൻസിൻ്റെ 3 പോയിന്റിലാണുള്ളത്. ക്യാരക്ടേഴ്സ് കൺട്രോൾഡ് ബൈ ഡിസ്ക്രീറ്റ് യൂണിറ്റ് കോൾഡ് ഫാക്ടേഴ്സ് ഒക്കർ ഇൻ പെയർസ്. ഇൻ ഡിസിമിലർ പെയർ വൺ ഡോമിനേറ്റ്. ഇനി ലോ ഓഫ് ഡോമിനൻസിൻ്റെ യൂസ് ആണ് പറയുന്നത്. യൂസ്ഡ് ടു എക്സ്പ്ലെയിൻ എക്സ്പ്രഷൻ ഓഫ് ഓൺലി വൺ ക്യാരക്ടർ ഓഫ് പാരൻ്റ് ഇൻ F1 ആൻഡ് ബോത്ത് ക്യാരക്ടർ ഇൻ F2. എക്സ്പ്ലെയിൻ 3:1 പ്രൊപ്പോർഷൻ ഓഫ് F2. ഇത്രയാണ് ലോ ഓഫ് ഡോമിനൻസിൽ ഓർത്ത് വെക്കേണ്ട പോയിന്റുകൾ. അങ്ങനെ രണ്ടാമത്തെ ലോ ഓഫ് സെഗ്രിഗേഷൻ നോക്കാം. ഇപ്പോൾ ലോ ഓഫ് സെഗ്രിഗേഷൻ ഈസ് ബേസ്ഡ് ഓൺ അലീൽസ് ഡു നോട്ട് ഷോ ബ്ലെൻഡിങ് ബോത്ത് ക്യാരക്ടർ റിക്കവേർഡ് ഇൻ F2. ഈ 2 പോയിന്റിൻ്റെ ബേസിലാണ് ലോ ഓഫ് സെഗ്രിഗേഷൻ വന്നത്. ലോ ഓഫ് സെഗ്രിഗേഷൻ എന്താണെന്ന് വെച്ചാൽ പാരന്റ് കണ്ടെയ്ൻ 2 alleles during gamete formation. Alleles of a pair segregate from each other that a gamete receive only one of 2 alleles. ഇപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇത് ആക്ച്വലി മെൻ്റലിൻ്റെ ലോനൊക്കെ ഒരു എക്സെപ്ഷനായിട്ട് പറയാൻ പറ്റുന്നതാണ്. അപ്പം അതിനൊരു എക്സാമ്പിളായിട്ട് NCERT-യിൽ കൊടുത്തിരിക്കുന്നത് ഇൻഹെറിറ്റൻറ്റ് ഓഫ് ഫ്ലവർ കളർ ഇൻ ഡോഗ് ഫ്ലവർ.
ഡോഗ് ഫ്ലവറിൻ്റെ പേരൊന്ന് ആലോചിക്കണം, സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിൽ ആൻറ്റി റൈനോ സ്പീഷീസ്. ഈ സ്നാപ്ഡ്രാഗൺ ഫ്ലവറിലെ മോണോ ഹൈബ്രിഡ് ക്രോസാണ് ഈ കാണിച്ചിരിക്കുന്നത്. അപ്പം നമ്മൾ പാരൻ്റായിട്ട് ക്യാപിറ്റൽ ആർ വരുന്ന റെഡ് പ്ലാന്റും സ്മോൾ ആർ വരുന്ന വൈറ്റ് പ്ലാന്റും നമ്മൾ എടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് വരുന്ന ഗമേറ്റ് ക്യാപിറ്റൽ ആർ, ഇത് വരുന്ന ഗമേറ്റ് സ്മോൾ ആർ. അപ്പോൾ ഇത് നമുക്ക് കിട്ടുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ആണ്. മെൻ്റലിൻ്റെ ലോ അനുസരിച്ച് നമ്മളിവിടെ കിട്ടുന്നത് പ്ലാന്റിൻ്റെ ഫ്ലവറിൻ്റെ കളറ് റെഡ് ആവണമായിരുന്നു, പക്ഷേ ഇവിടെ നമുക്ക് കിട്ടിയത് പിങ്ക് കളറാണ്. അപ്പം ഇതാണ് ഇതിൻ്റെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ ഒരു എക്സെപ്ഷനായിട്ട് പറയുന്നത്. അപ്പം ഇവിടെ നമുക്ക് പിങ്ക് ആണ്. എല്ലാം ഇവിടുന്ന് ഈ F1 കിട്ടുന്ന എല്ലാ പ്ലാന്റിൻ്റെയും ഫ്ലവർ കളർ പിങ്ക് ആയിരുന്നു. ഇനി നമ്മൾ ഇതിനെ സെൽഫ് പോളിനേഷൻ നടത്തി. അപ്പോൾ ഇതൊന്ന് വരുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വരുന്നു. അങ്ങനെ സെൽഫ് പോളിനേഷൻ നടത്തിയപ്പം നമുക്ക് ക്യാപിറ്റൽ ആറും കൂടി ക്യാപിറ്റൽ ആർ വന്നു, 2 ക്യാപിറ്റൽ ആർ സ്മോൾ ആർ വന്നു, ഒരു സ്മോൾ ആർ വന്നു. ഇത് നമുക്ക് കാണാൻ കഴിഞ്ഞത് ഈ ക്യാപിറ്റൽ ആർ കാണിച്ചപ്പോൾ അത് റെഡും, ക്യാപിറ്റൽ ആർ സ്മോൾ ആർ കാണിച്ചപ്പോൾ അത് പിങ്ക് കളറും, സ്മോൾ ആർ കാണിച്ചപ്പം വൈറ്റ് കളറുമായിരുന്നു. അപ്പോൾ നമുക്ക് ഈ F2 ജനറേഷൻ്റെ ജീനോടൈപ്പ് റേഷ്യോ ഫീനോടൈപ്പ് റേഷ്യോ നോക്കാം. ഫീനോടൈപ്പ് റേഷ്യോ നമുക്ക് ഫീനോടൈപ്പായിട്ട് വന്നത് റെഡും പിങ്കും വൈറ്റും ആണ്. അത് 1:2:1. ജീനോടൈപ്പ് റേഷ്യോ അതുപോലെ ക്യാപിറ്റൽ ആർ ഈസ്റ്റു ക്യാപിറ്റൽ ആർ സ്മോൾ ആർ എന്ന് പറയുന്നത് 1:2:1. ഇവിടെ നമുക്ക് നോക്കേണ്ടത് ഫീനോടൈപ്പിക് റേഷ്യോയും ജീനോടൈപ്പിക് റേഷ്യോ സെയിം ആണ്, അതായത് 1:2:1 ആണ്. അപ്പോൾ ഇതിന് കാരണമാണ് ഇവിടെ പറയുന്നത് ക്യാപിറ്റൽ ആർ വാസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ സ്മോൾ ആർ. അപ്പോൾ നമ്മൾ നേരത്തെ മെൻ്റൽ പറഞ്ഞത് ഈ ഒന്ന് ഡോമിനൻ്റ് ഒന്ന് റെസീവായിട്ട് തന്നെ കാണിക്കണമായിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ നമുക്ക് കാണാൻ കഴിഞ്ഞു ക്യാപിറ്റൽ ആർ വാസ് നോട്ട് കംപ്ലീറ്റ്ലി ഡോമിനൻ്റ് ഓവർ സ്മോൾ ആർ. അപ്പോൾ ഇതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ്. ഇനി ഡോമിനൻസിന് കാരണമാണ് നോക്കുന്നത്, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടതാണ്. എക്സ്പ്ലനേഷൻ ഓഫ് ഡോമിനൻസ്. 2 copies ഓഫ് ഈച്ച് ജീൻ, പെയർ ഓഫ് അലീൽസ് നീഡ് നോട്ട് ബി ഓൾവേസ് ഐഡൻറ്റിക്കൽ. നമ്മൾ പറഞ്ഞു ഹെട്രോസൈഗസ് കണ്ടീഷനും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം ജീനിൻ്റെ 2 കോപ്പീസാണ്, അത് നമ്മൾ പെയർ ഓഫ് അലീൽസ് എന്ന് വിളിക്കാം. അതെല്ലായ്പ്പോഴും ഐഡൻറ്റിക്കൽ ആയിരിക്കണം എന്നില്ല. 1 may different due to some changes which modifies its information. അതിൽ ഒന്ന് എന്തെങ്കിലും ചില കാരണം, ഇപ്പോൾ മ്യൂട്ടേഷൻ വല്ല ഓരോ കാരണം കാരണം അത് മോഡിഫൈ ചെയ്യപ്പെടാം, അങ്ങനെ ഹെട്രോസൈഗസായി മാറാം. ഒരു എക്സാമ്പിളായിട്ട് നോക്കാം. ജീൻ വിച്ച് കണ്ടെയ്ൻ ഇൻഫോർമേഷൻ ടു പ്രൊഡ്യൂസ് എൻസൈം പ്രൊഡ്യൂസ് ചെയ്യാനുള്ള ഇൻഫോർമേഷനുള്ള ഒരു ജീൻ എടുക്കുക. അപ്പോൾ അതിന് 2 അലീൽ ഫോം ഉണ്ട്. അപ്പം ഒന്ന് മോഡിഫിക്കേഷൻ ഒന്നും സംഭവിക്കാത്ത ഒരു അലീൽ, അതായത് നോർമൽ അലീൽ പ്രൊഡ്യൂസ് നോർമൽ എൻസൈം. നമ്മൾ അസ്യൂം ചെയ്തു നോർമൽ അലീൽ വിച്ച് വിൽ പ്രൊഡ്യൂസ് നോർമൽ എൻസൈം. പിന്നെ ഒരു അടുത്ത അലീൽ അതിന് മോഡിഫിക്കേഷൻ സംഭവിച്ചു. മോഡിഫിക്കേഷൻ സംഭവിച്ചാൽ 3 കണ്ടീഷൻ ഉണ്ട്, 3 കേസസ് നടക്കാം. കണ്ടീഷനല്ല, 3 കേസ് ഉണ്ടാവാം. ഒന്നാമതായിട്ട് മോഡിഫൈഡ് അലീൽ നേരത്തെ അൺമോഡിഫൈഡ് ആയ അലീൽ ഉണ്ടാക്കുന്ന എൻസൈം പോലെ തന്നെയുള്ള എൻസൈം ഉണ്ടാക്കാം, അതായത് നോർമൽ ഓർ ലെസ് എഫിഷ്യൻസി എൻസൈം ഉണ്ടാക്കാം. അല്ലെങ്കിൽ എൻസൈം ഉണ്ടാക്കാം പക്ഷേ അത് നോൺ ഫങ്ഷണലായ എൻസൈം ഉണ്ടാക്കാം, അല്ലെങ്കിൽ എൻസൈമേ ഉണ്ടാക്കില്ല. അപ്പം അങ്ങനെ 3 കേസസ് ഉണ്ടാവും. അപ്പോൾ ഈ നോർമൽ അല്ലെങ്കിൽ ലെസ് എഫിഷ്യൻ്റ് എൻസൈം ഇതാണ് കോമൺ ആയിട്ട് സാധാരണ സംഭവിക്കുക. ഈ നോൺ ഫങ്ഷണൽ എൻസൈം അല്ലെങ്കിൽ എൻസൈമേ ഉണ്ടാക്കാത്തതായിട്ട് മോഡിഫൈ ചെയ്യപ്പെട്ടാൽ അത് ഫീനോടൈപ്പിനെ അഫക്റ്റ് ചെയ്യും. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഫീനോടൈപ്പ് വിൽ ഓൺലി ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫങ്ഷനിങ് ഓഫ് അൺമോഡിഫൈഡ് അലീൽ. ആ മോഡിഫൈഡ് ഇപ്പോൾ എന്തെങ്കിലും മ്യൂട്ടേഷൻ കാരണം എന്തെങ്കിലും കാരണം മോഡിഫൈ ചെയ്യപ്പെട്ട അലീലിനെയല്ല ഫീനോടൈപ്പ് ബാധിക്കുക. ഫീനോടൈപ്പ് വിൽ ഓൺലി ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫങ്ഷനിങ് ഓഫ് അൺമോഡിഫൈഡ് അലീൽ. അതുകൊണ്ട് തന്നെ അൺമോഡിഫൈഡ് അലീലാണ് ഡോമിനൻറ്റും മോഡിഫൈഡ് ചെയ്യപ്പെട്ട അലീലാണ് റെസസീവും. അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഇപ്പം ജസ്റ്റ് നമ്മളിപ്പോൾ ടോള് ഡോഫ്, അപ്പോൾ ടോളാണ് ഡോമിനൻറ്റ് ഇതാണ്, അപ്പോൾ അതൊക്കെ എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് മനസ്സിലായതാണ്. അപ്പോൾ ഇതാണ് ശരിക്കും അതിൻ്റെ തിയറി എന്ന് പറയുന്നത്. അൺമോഡിഫൈഡ് അലീലാണ് ഡോമിനൻറ്റും മോഡിഫൈ ചെയ്യപ്പെട്ട അലീലാണ് റെസസീവും. ഇത് പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഫീനോടൈപ്പ് വിൽ ഓൺലി ബി ഡിപ്പെൻഡൻറ്റ് ഓൺ ഫങ്ഷനിങ് ഓഫ് ദി അൺമോഡിഫൈഡ് അലീൽ. അടുത്ത് നമുക്ക് കോ ഡോമിനൻസ് നോക്കാം. ഈ കോ ഡോമിനൻസും മെൻ്റലിൻ്റെ ലോന് എക്സെപ്ഷനായിട്ട് വരുന്നതാണ്. അപ്പം കോ ഡോമിനൻസ് എന്താണെന്ന് വെച്ചാൽ F1 വിൽ റിസംബിൾ ബോത്ത് പാരൻറ്റ്. അപ്പം മെൻ്റൽ പറഞ്ഞായിരുന്നു F1 ഏതെങ്കിലും ഒരു പാരൻറ്റിനെ മാത്രമേ F1 പ്ലാന്റ്സ് റിസംബിൾ ചെയ്യുന്നതാണ് പറഞ്ഞത്. പക്ഷേ F1 കോ ഡോമിനൻസ് കാണിക്കുന്ന കേസിൽ പ്ലാന്റ്സ് എന്നല്ല കേട്ടോ, ഏതെങ്കിലും കേസിൽ F1 വിൽ റിസംബിൾ ബോത്ത് പാരൻറ്റ്. അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഡിഫറെൻറ്റ് RBC ഡിറ്റർമൈനിങ് ABO ബ്ലഡ് ഗ്രൂപ്പ്, അതായത് ABO ബ്ലഡ് ഗ്രൂപ്പ് കാണിക്കുന്ന RBCകളുടെ അത് F1 വിൽ റിസംബിൾ ബോത്ത് 2 പാരൻറ്റിനും റിസംബിൾ ചെയ്യും. അപ്പം നമുക്കിനി ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കാം. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് ഈസ് കൺട്രോൾഡ് ബൈ ഐ ജീൻ ആണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കൺട്രോൾ ചെയ്യുന്നത്.
ഈ RBSൻ്റെ പ്ലാസ്മ മെംബ്രെയിൻ ഹാസ് sugar polymers that protrude from its surface and the kind of sugar controlled by gene. അതായത് RBSൻ്റെ പ്ലാസ്മ മെംബ്രെയിനുള്ള ഷുഗർ, ആ ഷുഗറിനെയാണ് ഏത് ഷുഗറാണ് അതാണ് ഈ IG എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത്. അപ്പോൾ ദ കൈൻഡ് ഓഫ് ഷുഗർ ഈസ് കൺട്രോൾഡ് ബൈ IG. ഇനി അതിൻ്റെ ഈ ക്യാപിറ്റൽ IG-ൻ്റെ അലീൽസ് നോക്കുക. നമ്മൾ ഇത്ര നേരം കണ്ടത് 2 അലീൽസ് ആയിരുന്നു, പക്ഷെ ഇവിടെ 3 അലീലുണ്ട്. അതായത് IA, IB, സ്മോൾ i 3 അലീൽസാണ് ക്യാപിറ്റൽ IG-നുള്ളത്. ഈ IA-യും IB-യും പ്രൊഡ്യൂസ് സ്ലൈറ്റ്ലി ഡിഫറെൻറ്റ് ഫോം ഓഫ് ഷുഗർ. ഈ IA-യും IB-യും ഷുഗർ ഉണ്ടാക്കും, പക്ഷെ അത് ചെറിയ ഡിഫറൻസ് ഉള്ള ഷുഗറാണ് ഉണ്ടാക്കുക. സ്മോൾ i ഷുഗറേ ഉണ്ടാക്കില്ല. IA ആൻഡ് IB ഈസ് ഡോമിനൻ്റ് ഓവർ സ്മോൾ i. അപ്പോൾ സ്മോൾ i റെസസീവ് ആണ്, ഇത് ഡോമിനൻ്റ് ആണ്. ഇഫ് IA ആൻഡ് IB ഈസ് പ്രസൻറ്റ് ബോത്ത് എക്സ്പ്രസ്. ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ കോഡോമിനൻസിന് എക്സാമ്പിൾ പറയാൻ കാരണം. IA-യും IB-യും ആണ് വരുന്നതെങ്കിൽ രണ്ടും കാണിക്കും. അത് മെൻ്റലിൻ്റെ ലോനൊക്കെ ഒരു എക്സെപ്ഷനാണ്. അതിനാണ് നമ്മൾ കോഡോമിനൻസ് എന്ന് വിളിക്കുന്നത്. ഇത് മൾട്ടിപ്പിൾ അലീൽസ് എന്ന ഇതിന് ഒരു എക്സാമ്പിളാണ്. കാരണം 3 അലീൽസ് ഗവേണിങ് എ ക്യാരക്ടർ. മൾട്ടിപ്പിൾ അലീൽസ് എന്ന് വെച്ചാൽ 2 കൂടുതൽ അലീൽസ് വരികയാണ്. ഇപ്പോൾ കണ്ടോ, ക്യാപിറ്റൽ I എന്നതിന് 3 അലീൽസ് ഇവിടെ വന്നു. അതിനാണ് മൾട്ടിപ്പിൾ അലീൽസിൻ്റെ ഒരു എക്സാമ്പിളാണ് ABO ബ്ലഡ് ഗ്രൂപ്പിംഗ്. അപ്പോൾ ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് കോഡോമിനൻസിനും മൾട്ടിപ്പിൾ അലീൽസിനും ഒരു എക്സാമ്പിളാണ്. അപ്പോൾ ഈ മൾട്ടിപ്പിൾ അലീൽസ് നമ്മൾ കണ്ടുപിടിക്കാൻ നമ്മളിപ്പോൾ ഒരാളെ മാത്രം എടുത്താൽ നമുക്ക് കിട്ടുന്ന കാര്യമില്ല. അതൊരു പോപ്പുലേഷൻ സ്റ്റഡീസ് നടത്തിയാൽ മാത്രമേ നമുക്ക് ഈ മൾട്ടിപ്പിൾ അലീൽസും കണ്ടുപിടിക്കാൻ പറ്റൂ. ഫൗണ്ട് വെൻ പോപ്പുലേഷൻ സ്റ്റഡീസ് ആർ മെയ്ഡ്. ഇനി ബ്ലഡ് ഗ്രൂപ്പിംഗ് നോക്കാം നമുക്ക്. അപ്പം ഇത് 1ാമത്തെ പാരൻ്റിൽ നിന്ന് വരുന്ന അലീൽ, ഇത് 2ാമത്തെ പാരൻ്റിൽ നിന്ന് വരുന്ന അലീൽ. ഇത് ഓഫ്സ്പ്രിങ്സിൻ്റെ ജീനോടൈപ്പ്, ഇത് ഓഫ്സ്പ്രിങ്ങിൻ്റെ ഫീനോടൈപ്പ്. അപ്പം രണ്ടും IA വരികയാണെങ്കിൽ ഓഫ്സ്പ്രിങ്ങിൻ്റെ IA ആയിരിക്കും, അപ്പം A ഗ്രൂപ്പ് ആയിരിക്കും. IB വരികയാണെങ്കിൽ IA IB AB ഗ്രൂപ്പിംഗ് ആയിരിക്കും. IA-യും I വരികയാണ്, IA ആണ് ഡോമിനൻ്റ്, അതുകൊണ്ട് തന്നെ A കാണിക്കും. IA വരികയാണെങ്കിലും രണ്ടും കാണിക്കുന്നതുകൊണ്ട് തന്നെ AB വരും. IB ആണെങ്കിൽ B മാത്രം. IB-യും I-യും വരികയാണെങ്കിൽ IB ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ B കാണിക്കും. I-യും വരികയാണെങ്കിൽ ഒന്നും ഉണ്ടാക്കാത്തതുകൊണ്ട് തന്നെ 0 ആണ് ഇത് ശരിക്കും, പക്ഷേ O എന്ന് വിളിക്കും. ഇനി സ്റ്റാർച്ച് സിന്തസിസ് ഇൻ PCD, ഇതും അതുപോലെ തന്നെ മെൻ്റലിൻ്റെ ഒരു എക്സെപ്ഷനാണ്. ഇവിടെ നമുക്ക് 2 ക്യാരക്ടറിനെ തീരുമാനിക്കുന്ന ഒരു ജീനിനെ കാണാൻ പറ്റും. അതായത് ഇപ്പോൾ കൺട്രോൾഡ് ബൈ 1 ജീൻ, 2 അലീൽസ് ഉണ്ട്. അതിന് ക്യാപിറ്റൽ B സ്മോൾ b എന്ന അലീൽസ് ഉള്ള ഒരു ജീനാണ്. ഈ ക്യാപിറ്റൽ B വരികയാണെങ്കിൽ എഫക്റ്റീവായിട്ട് സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യും. ഇപ്പോൾ എഫക്റ്റീവായിട്ട് സ്റ്റാർച്ച് സിന്തസൈസ് ചെയ്യണമെങ്കിൽ ലാർജ് സ്റ്റാർച്ച് ഗ്രെയിനും ആയിരിക്കണം. ഇനി സ്മോൾ b വരികയാണെങ്കിൽ അത് ലെസ് എഫിഷ്യൻറ്റ് സ്റ്റാർച്ച് ഗ്രെയിൻ ഉണ്ടാക്കുക, അപ്പോൾ അതിന് തന്നെ സ്മോൾ ഗ്രെയിൻ മതി. ഇനി ഈ സീഡൊക്കെ മെച്ചുറേഷന് ശേഷം ക്യാപിറ്റൽ B ഉള്ളവരാണെങ്കിൽ അവർക്ക് റൗണ്ട് സീഡും ആയിരിക്കും. സ്മോൾ b ഉള്ളവരാണ് റിങ്കിൾഡ് സീഡും ആയിരിക്കും. ഇനി ക്യാപിറ്റൽ B സ്മോൾ b വരികയാണെങ്കിൽ സീഡ് റൗണ്ട് ആയിരിക്കും, പക്ഷേ ഇൻ്റർമീഡിയറ്റ് സൈസ് സ്റ്റാർച്ച് ഗ്രെയിൻ, അതായത് സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സൈസ് ഇൻ്റർമീഡിയറ്റ് ആയിരിക്കും. ഈ സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സൈസിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മാത്രം നമുക്ക് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കാണിക്കാൻ പറ്റും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിളാണ് ഈ സൈസ്, സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സൈസ്. പക്ഷേ ഈ സീഡിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് അല്ല, കാരണം അത് സാധാ പോലെ തന്നെ ഇപ്പോൾ കണ്ടോ റൗണ്ട് റിങ്കിൾഡ്, ഇതും റൗണ്ട് തന്നെ. പക്ഷേ ഈ സ്റ്റാർച്ച് ഗ്രെയിൻ്റെ സൈസ് നോക്കുകയാണെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ഡോമിനൻസിൻ്റെ എക്സാമ്പിളാണ്. അപ്പോൾ ഇത്രയും എക്സാമ്പിൾസിനൊക്കെ ശേഷം നമുക്ക് മനസ്സിലായത് ഡോമിനൻസ് ഈസ് നോട്ട് ആൻ ഓട്ടോണോമസ് ഫീച്ചർ. അതായത് ഡോമിനൻസ് എന്തെങ്കിലും ഇപ്പോൾ ഒരു കാരണം ഒറ്റയ്ക്ക് തീരുമാനിക്കുന്ന സംഭവമൊന്നുമല്ല. ഡോമിനൻസ് ഡിപ്പെൻഡ് ഓൺ 3 കാര്യങ്ങളാണ് ഡോമിനൻസ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഒന്ന് ജീൻ പ്രൊഡക്റ്റ്, രണ്ടാമത്തത് ആ ജീൻ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന ഫീനോടൈപ്പ്, ജീൻ പ്രൊഡക്റ്റും പ്രൊഡക്ഷൻ ഓഫ് ഫീനോടൈപ്പ് ഫ്രം പ്രൊഡക്റ്റ്. മൂന്നാമത്തത് ഇഫ് എ ജീൻ ഇൻഫ്ലുവൻസ് മോർ ദാൻ 1 ഫീനോടൈപ്പ്. നമ്മൾ നേരത്തെ സ്റ്റാർച്ച് സിന്തസിസിൻ്റെ കേസിൽ നമ്മൾ കണ്ടു. അപ്പം ഇഫ് എ ജീൻ ഇൻഫ്ലുവൻസ് മോർ ദാൻ 1 ഫീനോടൈപ്പ്, ദ പെർട്ടിക്കുലർ ഫീനോടൈപ്പ് വി ചൂസ് ഫോർ എക്സാമിൻ. അതായത് നമ്മൾ ഏതാണോ നോക്കുന്നത് അതിൻ്റെ ഫീനോടൈപ്പും കൂടെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ ഡോമിനൻസ് ഡിപ്പെൻഡ് ഓൺ 3 കാര്യങ്ങളാണ്: ജീൻ പ്രൊഡക്റ്റ്, പ്രൊഡക്ഷൻ ഓഫ് എ ഫീനോടൈപ്പ് ഫ്രം പ്രൊഡക്റ്റ്, ഇഫ് എ ജീൻ ഇൻഫ്ലുവൻസ് മോർ ദാൻ 1 ഫീനോടൈപ്പ്, ദ പെർട്ടിക്കുലർ ഫീനോടൈപ്പ് വി ചൂസ് ഫോർ എക്സാമിൻ. ഇനി നമുക്ക് ഡൈഹൈബ്രിഡ് ക്രോസിലേക്ക് പോകാം. ഈ മോണോഹൈബ്രിഡ് ക്രോസിലൊക്കെ നമ്മൾ ഒരു ക്യാരക്ടർ മാത്രമേ നോക്കിയുള്ളൂ, ഒന്നുകിൽ സീഡ് കളർ അല്ലെങ്കിൽ ഹൈറ്റ്. അപ്പോൾ ഡൈഹൈബ്രിഡ് ക്രോസിൽ നമ്മൾ 2 ക്യാരക്ടറോടെ നോക്കും. ഒരു എക്സാമ്പിളാണിത്. നമ്മൾ റൗണ്ട് യെല്ലോ കളറിലുള്ള ഒരു സീഡ് എടുത്തു, അപ്പോൾ തന്നെ റിങ്കിൾഡ് ഗ്രീനുള്ള സീഡ് എടുത്തു. അപ്പം റൗണ്ട് ഇതിപ്പം നമ്മൾ മറ്റ് സെൽഫ് പോളിനേഷൻ വഴി കിട്ടിയ ട്രൂ ബ്രീഡാണിത്. അപ്പം റൗണ്ട് എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ, യെല്ലോ കാണിക്കുന്നത് ക്യാപിറ്റൽ വൈ, റിങ്കിൾഡ് സ്മോൾ ആർ, ഗ്രീന് സ്മോൾ വൈ.
ഇതിന്ന് കിട്ടുന്ന ഗമേറ്റ് നോക്കാം. ഇതിന്ന് ക്യാപിറ്റൽ ആർ. അപ്പോൾ ഇതിന്ന് ക്യാപിറ്റൽ ആർ ഇങ്ങനെ സെഗ്രിഗേറ്റ് വരാനുള്ള ചാൻസ് 50% ആണ്. വൈ വരാനുള്ളത് 50%. അപ്പോൾ നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ എന്ന് എഴുതാൻ പറ്റും. ഇവിടെ നിന്ന് വരുന്നത് അതുപോലെ സ്മോൾ ആർ സ്മോൾ വൈ. അപ്പോൾ ഇതിന്ന് കിട്ടുന്ന F1 ജനറേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ആർ സ്മോൾ വൈ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആയിരിക്കും. അപ്പോൾ ഈ ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ റൗണ്ട് യെല്ലോ കളറുള്ള സീഡ് നമുക്ക് F1 കിട്ടും. അങ്ങനെ ഇപ്പോൾ F1 ജനറേഷന് നമുക്ക് ക്യാപിറ്റൽ ആർ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ കിട്ടി. ഇനി അതിന് നമുക്ക് അതിൽ നിന്ന് വരുന്ന ഗമേറ്റുകൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ വൈ ആണുള്ളത്. അപ്പം ഇതിൽ നിന്ന് കിട്ടുന്ന ഗമേറ്റുകളാണ് പറയുന്നത്. ക്യാപിറ്റൽ ആറും ക്യാപിറ്റൽ വൈയും കൂടെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ, ക്യാപിറ്റൽ ആറും സ്മോൾ വൈയും കൂടെ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ, സ്മോൾ ആറും ക്യാപിറ്റൽ വൈയും കൂടെ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ, സ്മോൾ ആറും സ്മോൾ വൈയും കൂടെ സ്മോൾ ആർ സ്മോൾ വൈ. അപ്പോൾ ഇത്രയും ഗമേറ്റുകളാണ് ഉണ്ടാകുന്നത്. അപ്പം ആ ഗമേറ്റിലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ആർ ക്യാപിറ്റൽ വൈ ക്യാപിറ്റൽ ആർ സ്മോൾ വൈ സ്മോൾ ആർ സ്മോൾ വൈ. അതുപോലെ തന്നെ അടുത്ത പാരൻറ്റിൻ്റെ അതുപോലെ തന്നെ. അപ്പോൾ ഇതിനെ നമുക്ക് പണ്ണറ്റ് സ്ക്വയർ വെച്ചിട്ട് നമുക്ക് എഴുതാൻ അറിയാലോ. അതായത് ക്യാപിറ്റൽ ആർ ഇപ്പോൾ ഇങ്ങനെ ക്യാപിറ്റൽ ആർ ക്യാപിറ്റൽ വൈ സ്മോൾ ക്യാപിറ്റൽ വൈ അങ്ങനെ ഓരോന്ന് എഴുതി കിട്ടുന്ന പണ്ണറ്റ് സ്ക്വയറാണിത്. ഇവിടെ F2 ജനറേഷനിൽ നമുക്ക് ഇത്ര സാധനങ്ങൾ കിട്ടി. ഇതിൻ്റെ റേഷ്യോ ആണ് നമ്മൾ നോക്കേണ്ടത്. നമുക്കിവിടെ കിട്ടുന്നത് റൗണ്ട് യെല്ലോ കിട്ടും, റൗണ്ട് ഗ്രീൻ കിട്ടും, റിങ്കിൾഡ് യെല്ലോ കിട്ടും, റിങ്കിൾഡ് ഗ്രീൻ കിട്ടും. അപ്പോൾ അത് എത്ര എണ്ണം കിട്ടിയെന്ന് കൂടെ നോക്കണം. റൗണ്ട് യെല്ലോ അതായത് ഡോമിനൻ്റ് ആയ സാധനമായിരുന്നു അത് റൗണ്ട് യെല്ലോ, അത് 9 എണ്ണം. പിന്നെ റൗണ്ട് ഗ്രീൻ 1 ഡോമിനൻറ്റും 1 റിസസീവ് ആയതാണ്, അപ്പോൾ അത് 3. റിങ്കിൾഡ് യെല്ലോ അതുപോലെ തന്നെ ഇത് റിസസീവ് ആണ്, ഇത് ഡോമിനൻ്റ് ആണ്, അപ്പോഴും 3. റിങ്കിൾഡ് ഗ്രീൻ 2ഉം റിസസീവ് ആയിട്ടാണ് 1. അപ്പോൾ അങ്ങനെ ഇപ്പം റൗണ്ട് യെല്ലോ വേറെ ഏത് എക്സാമ്പിൾ തരുവാണെങ്കിലും എന്താ ഹൈറ്റോ അങ്ങനെ എന്ത് തരുവാണെങ്കിലും അത് ആലോചിച്ചാൽ മതി. അതായത് ഡോമിനൻ്റ് ആയത് 2ഉം വരികയാണെങ്കിൽ 9, ഡോമിനൻ്റ് ആയതും റിസീവ് വരികയാണെങ്കിൽ 3, 2ഉം റിസീവ് ആണെങ്കിൽ 1. അപ്പോൾ അതിൻ്റെ റേഷ്യോ 9:3:3:1. അങ്ങനെ ഡൈഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പോൾ നമുക്ക് കാണാൻ സാധിച്ചത് ഈ മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയപ്പം ആരൊക്കെയായിരുന്നു ഡോമിനൻസ് കാണിച്ചിരുന്നത് അവരൊക്കെ തന്നെയാണ് ഡൈഹൈബ്രിഡ് ക്രോസിലും ഡോമിനൻസ് കാണിക്കുന്നത്. ഡോമിനൻസ് ഐഡൻറ്റിക്കൽ ടു മോണോഹൈബ്രിഡ് ക്രോസ്. അപ്പോൾ നോക്കാം നമുക്കിപ്പം യെല്ലോ ഈസ് ടു ഗ്രീൻ. അപ്പോൾ യെല്ലോ ഈസ് ടു ഗ്രീനെ നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് നടത്തിയിരുന്നെങ്കിൽ അവർ റേഷ്യോ നമുക്ക് 3:1 ആയിരുന്നു കിട്ടുക. റൗണ്ട് ഈസ് ടു റിങ്കിൾഡും നമ്മൾ മോണോഹൈബ്രിഡ് ക്രോസ് നമുക്ക് റേഷ്യോ 3:1 ആണ് കിട്ടുക. അപ്പോൾ ഇവിടെ ഡൈഹൈബ്രിഡ് ക്രോസിന് ശേഷം F2 നമ്മൾ നോക്കുകയാണെങ്കിൽ യെല്ലോ ഈസ് ടു ഗ്രീൻ എന്ന് പറയുന്ന റേഷ്യോ 3:1 ആണ്, റൗണ്ട് ഈസ് ടു റിങ്കിൾഡ് എന്ന റേഷ്യോ 3:1 ആണ്. ഇത് നോക്കിയാൽ മതി. എന്താ ഇവിടെ യെല്ലോ കാണിക്കുന്നത് 9ഉം +3 12 ആണ് യെല്ലോ കാണിക്കുന്നത്. ഗ്രീൻ കാണിക്കുന്നത് 3 + 1 4. അപ്പം 12:5 അതായത് 3:1 റേഷ്യോ ആണ്. ഇനി ഡൈഹൈബ്രിഡ് ക്രോസിനെ ഒരു റേഷ്യോ എഴുതാണെങ്കിൽ നമുക്ക് റേഷ്യോ ഇങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം. അതായത് നമുക്ക് മോണോഹൈബ്രിഡ് ക്രോസ് ആയിരുന്നെങ്കിൽ നമുക്ക് 3 റെഡും 3 റൗണ്ടും 1 റിങ്കിൾഡ് വരുന്നത് കിട്ടുക. അതുപോലെ 3 യെല്ലോവും 1 ഗ്രീനും വരുന്നത് കിട്ടുക. അപ്പോൾ അത് ജസ്റ്റ് ഈ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പം 3R × 3Y അപ്പം 9RY ഉണ്ടാവും. അതായത് 9 എണ്ണം റൗണ്ടും യെല്ലോ ഉണ്ടാവും. 3R × അതല്ല 1 റിങ്കിൾഡ് × 3Y അപ്പം 3 റിങ്കിൾഡായ യെല്ലോ ഉണ്ടാവും. അതുപോലെ 3R × 1G 3R × 1G എന്ന് പറയുമ്പം 3 റൗണ്ട് ഗ്രീൻ ഉണ്ടാവും. അതുപോലെ 1 റിങ്കിൾഡ് × 1 ഗ്രീൻ എന്ന് പറയുന്നത് 1 റിങ്കിൾഡ് ഗ്രീനും ഉണ്ടാവും. ഇത് ജസ്റ്റ് ഒന്ന് റേഷ്യോ കണ്ടുപിടിക്കാൻ NCERT കൊടുത്തതാണ്. അങ്ങനെ ഡൈഹൈബ്രിഡ് ക്രോസിന് ശേഷം മെൻഡൽ എത്തിച്ചേർന്ന ലോ ആണ് അടുത്തത്, ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ്. അത് മെൻഡലിൻ്റെ 3ാമത്തെ ലോ ഓഫ് ഇൻഡിപെൻഡൻറ്റ് അസോർട്ട്മെൻറ്റ് ബേസ്ഡ് ഓൺ ഡൈഹൈബ്രിഡ് ക്രോസ്. മെൻഡലാണ് when 2 pair of traits are combined in a hybrid, segregation of 1 pair of character is independent of other pair character. അതായത് ഇവരെ സെഗ്രിഗേഷനിൽ 2 ക്യാരക്ടർ തമ്മിൽ ഇൻഡിപെൻഡൻ്റ് ആണ്, അതായത് അവർ തമ്മിൽ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ റെഡ് ഒരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. സെഗ്രിഗേഷൻ ഓഫ് 50% ഓഫ് റൗണ്ട് ആൻഡ് റിങ്കിൾഡ് 50% റിങ്കിൾഡ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് 50% ഓഫ് യെല്ലോ ആൻഡ് 50% ഓഫ് ഗ്രീൻ. അപ്പോൾ ഇവർ സെഗ്രിഗേറ്റ് ചെയ്യുന്നതിന് ഇവർ ഒരു ഡിപ്പെൻഡ് ചെയ്യും, രണ്ടും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സെഗ്രിഗേറ്റ് ചെയ്യും.